അപ്പോൾ നമുക്കിന്ന് കടായി പനീർ ഉണ്ടാക്കാം. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിച്ചവർക്ക് അറിയാം അതിൻ്റെ ഒരു ടെക്സ്ചറും ടേസ്റ്റും അതേ രുചിയിലും അതേ ടെക്സ്ചറിലുമാണ് നമ്മൾ പുറമേ നിന്നുള്ള മസാലകളൊന്നും ചേർക്കാതെ വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ മസാലക്കൂട്ടുകൊണ്ടാണ് നമ്മൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുന്നത്. ഒപ്പം തന്നെ കൂട്ടി കഴിക്കാനായിട്ടൊരു ആട്ട കൊണ്ടുള്ളൊരു നാനിൻ്റെ റെസിപ്പിയും കൂടെ നമുക്ക് കാണാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് ഈ ഒരു നാൻ റെസിപ്പി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് രണ്ടും നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. ആദ്യം നമുക്ക് നാൻ ഉണ്ടാക്കാം. നമ്മൾ ഗീ നാനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഗീ നാനിന് വേണ്ടിയിട്ട് ബട്ടർ നാനൊക്കെ കേട്ടിട്ടുണ്ടാവും. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗീ നാനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് ആട്ട, ഇപ്പോൾ നേരത്തെ കാണിച്ച 250 ml മെഷറിംഗ് കപ്പിലാണ് ഞാൻ എല്ലാം അളക്കാറ്. ആ കപ്പിൽ 1.5 കപ്പാണ് എടുത്തേക്കണത്. ആട്ടമാവ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒപ്പം ഒരു 1/4 കപ്പ് ഹീപ്പായിട്ട് ഇതുപോലെ നിറച്ചിട്ടുള്ള 1/4 കപ്പ് മൈദ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുകിൽ 1/4 കപ്പ് വടിച്ചിട്ടെടുക്കാം, പ്ലസ് 2 ടീസ്പൂൺ കൂടി ചേർത്താൽ മതി, അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് നിറച്ചെടുത്താലും മതി. അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ചേർക്കാനുള്ള ഒരു സാധനം ഉണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചസാര 2 ടീസ്പൂൺ ഒന്ന് ആദ്യം അടിച്ച് എടുക്കണം, പൊടിച്ചിട്ട് എടുക്കണം. കാരണം അതിലേക്ക് കുഴയ്ക്കാനായിട്ടാണ്, ഒരു മധുരത്തിൻ്റെ ഒരു ടേസ്റ്റ് വേണം. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും, കറക്റ്റ് നാനിൻ്റെ പോലെ. അതൊന്ന് പൊടിച്ചതിന് ശേഷം അത് അലിയിക്കാനായിട്ട് 1/4 കപ്പ് തൈര്, നല്ല കട്ടിയുള്ള തൈര് ഉണ്ടെങ്കിൽ, പുളി കുറവുള്ള കട്ടിയുള്ള ടൈപ്പ് തൈരിലേക്ക് ഈ പഞ്ചസാര നമ്മൾ പൊടിച്ചത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നന്നായിട്ട് അലിയിച്ച് കൊടുക്കണം കേട്ടോ, എന്നാലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പൊടിയാക്കിയത്, അലിയാൻ വേണ്ടിയിട്ട് പെട്ടെന്ന്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ആവശ്യത്തിനുള്ള ആട്ടയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് തന്നെയുള്ള ബേക്കിംഗ് സോഡാപ്പൊടി ആണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ നന്നായിട്ടൊന്ന് കലക്കിയതിന് ശേഷം അപ്പോൾ തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ചെടുക്കുക. ഏത് ഓയിലാണെന്ന് വെച്ചാലും കുഴപ്പമില്ല, 1 ടീസ്പൂൺ ഒഴിച്ചെടുക്കാം. ഇനി സാധാരണ നോർമൽ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി. ആദ്യം 1 ടീസ്പൂൺ കൊണ്ട് മിക്സാക്കി കൊടുക്കുക. പിന്നെ കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കുക, അല്ലെങ്കിൽ ഈ വെള്ളത്തിൻ്റെ അളവ് നമുക്ക് അറിയില്ല ടീസ്പൂൺ കൊണ്ട് മിക്സാക്കി കഴിഞ്ഞാൽ. അപ്പോൾ ഈ മാവ് നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. ഒരു 10-15 മിനിറ്റൊക്കെ നന്നായിട്ട് നിന്ന് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട്, ആദ്യമൊന്നും വെള്ളം പിടിക്കില്ല അതിൽ. നമ്മൾ കൈകൊണ്ട് മിക്സാക്കി വെള്ളം അതിലേക്ക് പിടിച്ച് വലിഞ്ഞ് അങ്ങനെ വരും. ഇതുപോലെ സ്റ്റിക്ക് ചെയ്തിട്ടുള്ള ഒരു വിധം, വല്ലാണ്ട് സ്റ്റിക്കല്ല, അത്രയും ആക്കിയെടുക്കാം. 3/4 കപ്പോളം വെള്ളമാണ് എനിക്ക് ആവശ്യം വന്നേക്കുന്നത് കേട്ടോ. ബാക്കി അവിടെ ഇരിക്കുന്നുണ്ട്. ഇനി ഇതൊരു 20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നല്ലൊരു ബൈൻഡിങ് ആയിട്ടുള്ള നല്ല ടെക്സ്ചറായി വന്നിട്ടുണ്ട്. വല്ലാണ്ട് അങ്ങോട്ട് സ്റ്റിക്കുമല്ല, എന്നാൽ നമുക്ക് അത്യാവശ്യം ഉരുളയാക്കിയിട്ട് ഉരുട്ടി പരത്തും ചെയ്യാം. ഇങ്ങനെ ആക്കണം, ഇത്തിരി ജലാംശം ഉണ്ടാവണം, അപ്പോഴാണ് നമുക്ക് ആ വീർത്ത് ഇങ്ങോട്ട് വരുള്ളൂ നാനൊക്കെ. അപ്പോൾ ഇതുപോലെ ബോൾസ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതാ ഒരു പാത്രത്തിലേക്ക് ഇത് ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി. 1 ടീസ്പൂൺ എള്ളും 1/2 ടീസ്പൂൺ അയമോദകല്ലേ, അജ്വൈൻ, അതും കൂടെ ഇട്ടിട്ടൊന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒന്ന് ആ പരത്തുന്ന റോളിലേക്കൊന്ന് ഇട്ട് കൊടുക്കാനാണ്. ഇനി നമുക്ക് പരത്തിയെടുക്കാം കേട്ടോ. ആവശ്യത്തിന് പൊടി ഇട്ടിട്ട് നന്നായിട്ട് പരത്തിയെടുക്കുക. അപ്പോൾ ആദ്യം ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ നമ്മൾ ഗീ നാനാണ് ഉണ്ടാക്കണത്. അപ്പോൾ ഇതുപോലെ ചെറിയൊരു വട്ടാക്കിയതിന് ശേഷം അതിൻ്റെ നടുക്കിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒന്ന് അറ്റം തൊടാതെ ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് 1 ടീസ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ സ്പ്രെഡർ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ അറ്റമെല്ലാം ഒന്ന് കൂട്ടി ഇതുപോലെ ഞൊറി പോലെ ഒന്ന് പിടിച്ച് ഒന്ന് പിൻ ചെയ്താൽ മതി, ഒന്ന് ഞെക്കി കൊടുക്കുക. അപ്പോൾ അത് അങ്ങനെ അടഞ്ഞിരുന്നോളും. എന്നിട്ട് അത് വെറുതെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് റൗണ്ടാക്കി വെക്കുക, അത്രേ വേണ്ടോ. ഇത് അങ്ങനെ തന്നെ വെച്ച് കൊടുത്താൽ മതി. നന്നായിട്ട് അമർത്തിയിട്ടൊന്ന് വെച്ച് കൊടുക്കുക, ഹോൾ വരാത്ത രീതിയിൽ. എന്നിട്ട് അമർത്തി വീണ്ടും അതിനെ ഒന്ന് വല്ലാണ്ട് അങ്ങോട്ട് ഞെക്കണ്ട കേട്ടോ, ഒട്ടിപ്പിടിക്കും. പ്രസ് ചെയ്ത് അങ്ങോട്ട് പരത്താണ്ട് ഇത്തിരി ഒന്ന് പതുക്കെ ബലം കൊടുത്തിട്ടൊന്ന് പരത്തിയെടുത്താൽ മതി. ഇത്തിരി കട്ടിയിൽ തന്നെ പരത്തിയെടുക്കാം. ഞാൻ കണ്ടിട്ടില്ല, അതുപോലെ ഇത്തിരി കട്ടിയിൽ പരത്തിയെടുക്കുക ഇതുപോലെ. അതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതും പിന്നെ കുറച്ച് മല്ലിയിലയും കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഇട്ടിട്ടൊന്ന് ചെറുതായിട്ട് ഒന്നും കൂടി ഒന്ന് പരത്തി കൊടുക്കാം, പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക വേണ്ടോ. എന്നിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട്, തട്ട് നല്ല ചൂടുണ്ടായിരിക്കണം, തിരിച്ചു മറിച്ചിട്ടിട്ട് ഇതുപോലെ ചുട്ടെടുക്കാം. ഒരുവിധം ഒന്ന് ആയി വരുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് 2 സൈഡിലും നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പിന്നെ അത് നന്നായിട്ട് വീർത്ത് വന്നോളും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടെക്സ്ചർ ആയിരിക്കും. തിരിച്ച് മറിച്ചിട്ടിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് മൊരിയിച്ചെടുക്കുക വേണ്ടു. അപ്പോൾ നമ്മുടെ നല്ലൊരു ഗീ നാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ഇത് ആക്കിയെടുക്കാം. നല്ല രുചിയാണ്, നല്ല ഹെവിയാണ്. കഴിക്കുമ്പോൾ 2 എണ്ണമൊക്കെ കഴിച്ചാൽ മതിയാവും. അപ്പോൾ ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്പെഷ്യൽ മസാല തയ്യാറാക്കാനായിട്ട് 3 ടീസ്പൂൺ മുഴുവൻ മല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ പെരുംജീരകവും പിന്നെ 1 ടീസ്പൂൺ സാധാരണ നല്ല ജീരകവും.
അപ്പോൾ ഇതിൽ മല്ലിയാണ് മുന്നിലേക്ക് നിൽക്കേണ്ടത് കേട്ടോ. നമ്മൾ കഴിച്ച് നോക്കുമ്പോൾ ടേസ്റ്റ് ചെയ്തുള്ളവർക്ക് അറിയാം. പിന്നെ ഒരു 8 മണി കുരുമുളകും, ഒരു 1/4 ഇഞ്ചിൻ്റെ കറുവാപ്പട്ട, ഒരു തക്കോലം, ഒരു ഏലക്കായ, 2 ഗ്രാമ്പും, പിന്നെ 2 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. നന്നായിട്ട് ബ്രൗൺ ഷെയ്ഡൊക്കെ വന്ന് നല്ലൊരു മണം വരുന്നത് വരെ. വെളിച്ചെണ്ണ ഒഴിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു 2 തുള്ളി ഒഴിച്ച് കൊടുക്കണമെങ്കിൽ ഒഴിച്ച് കൊടുക്കുക. പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട്. അല്ല വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം നന്നായിട്ട് ചൂടാക്കുക. ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ വന്നു തുടങ്ങുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറിയതിന് ശേഷം മിക്സി ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ ആദ്യം വേണമെങ്കിൽ ആ തക്കോലം കറുവപ്പട്ടയൊക്കെ ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. ആ മുഴുവൻ മല്ലിയും ജീരകങ്ങളും ഒഴിച്ചിട്ടുള്ള ഈ 3 ഐറ്റം ഒഴിച്ചിട്ടുള്ള ബാക്കിയുള്ള ഐറ്റംസൊക്കെ ആദ്യം ഫൈനായിട്ട് പൊടിച്ചതിന് ശേഷം ഇത് മല്ലിയും പെരുംജീരകം സാധാരണ ജീരകം ഇട്ടിട്ട് ഒന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്താലും മതി. അല്ലെങ്കിൽ ആ മസാലയൊക്കെ പൊടിയാനായിട്ട് ചിലപ്പോൾ പാടായിരിക്കും. അങ്ങനെ തന്നെ എടുക്കരുത്. മസാലകൾ നന്നായിട്ട് പൊടിയും വേണം. ഇനി അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഓയിൽ അതിലേക്ക് ഒഴിച്ചിട്ട് ഒരു സവാള ഡൈസ് ചെയ്തിട്ടിട്ടുണ്ട്, ക്യാപ്സിക്കം ഒരെണ്ണം ഡൈസ് ചെയ്തിട്ടിട്ടുണ്ട്. നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതുപോലെ 2 ഇളക്കൊന്ന് ഇളക്കിയാൽ മാത്രം മതി. അത്രയും മതി. പിന്നെ ഞാനിവിടെ ചുവന്ന ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതെടുക്കാം. എനിക്കിപ്പോൾ എൻ്റെ കയ്യിൽ അതില്ല. പിന്നെ തക്കാളിയുടെ ഉള്ളിലത്തെ പൾപ്പെല്ലാം മാറ്റിയിട്ട് പുറന്തോട് മാത്രം എടുത്തിട്ടുള്ളൂ. അതും കൂടി ഇട്ട് കുറച്ച് നമ്മുടെ മസാലയും കൂടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് അത്ര തന്നെ മതി കേട്ടോ. ഒരു ഇത്തിരി ക്രിസ്പായിട്ട് തന്നെ ഇരിക്കണം. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അതേ പാനിലേക്ക് തന്നെ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പനീർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 250 ഗ്രാം പനീർ പീസസാണ് എടുത്തേക്കുന്നത്. അത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം അതിലേക്ക് ഗരം മസാല കുറച്ച് ഒന്ന് തൂവി എടുക്കണം കേട്ടോ. അതിന് മുന്നേ കുറച്ച് ഉപ്പ് ആദ്യം ഇട്ട് കൊടുക്കാം. അതിന് ശേഷം മസാലയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് മതി കേട്ടോ, അല്ലെങ്കിൽ കനയ്ക്കും. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക കേട്ടോ. തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് എല്ലാ സൈഡും നന്നായിട്ട് ഫ്രൈ ആക്കിയിട്ട് മാറ്റി വയ്ക്കുക. കാരണം ഈ 2 ഐറ്റം, ഈ സവാളയും അതും പിന്നെ ഈ പനീർ നമ്മൾ ലാസ്റ്റാണ് കറിയിലേക്ക് ഇട്ട് കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഇത്ര മതി. ഈ രണ്ടും നമുക്ക് ഇവിടെ മാറ്റി വയ്ക്കാം. ലാസ്റ്റ് ഇടണ്ടോ കറിയിലേക്ക്. ഇനി നമുക്ക് ഗ്രേവിക്ക് തിക്നെസ്സിന് വേണ്ടിയിട്ട് 3 ഐറ്റം നമ്മൾ അരയ്ക്കണം. അതിലത്തെ ആദ്യത്തെ ഐറ്റമാണ് സവാള. 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഒരു ചില്ലി പരിവൊക്കെ ആവുന്നത് വരെ ഒന്ന് അതിൻ്റെ നല്ല മണം വരില്ലേ സവാളയുടെ, അതുവരെ ഒന്ന് വഴറ്റിയിട്ട് ചൂടാറിയതിന് ശേഷം മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒപ്പം നമ്മൾ കൊഴുപ്പിന് വേണ്ടിയിട്ട് ചേർക്കണത് നാളികേരം ചേർക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് നാളികേരം, അതായത് 4 ടേബിൾ സ്പൂൺ നാളികേരം അത്ര തന്നെ മതി കേട്ടോ, വല്ലാണ്ട് കൂടി പോവരുത്. പിന്നെ 20 അല്ലി കാഷ്യൂ ഞാൻ എടുത്തിട്ടുണ്ട്. എൻ്റെ ചെറിയ ടൈപ്പ് കാഷ്യൂ ആണ്. വലിയ ടൈപ്പ് ആണെങ്കിൽ 15 എണ്ണം എടുക്കാം. ഇതെല്ലാം കൂടി ഇട്ടിട്ട് വെള്ളം തൊടാതെ തന്നെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. അതുപോലെ നല്ല പേസ്റ്റായിട്ട് ഇതുപോലെ അരച്ചെടുക്കുക. ഇത് മാറ്റി വയ്ക്കുക. ഇതാണ് നമുക്ക് കൊഴുപ്പ് കിട്ടണ ഒരു ഐറ്റമാണ് കേട്ടോ. കറിയിലേക്ക് നല്ല ഫ്ലേവറും ഉണ്ടാവും. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് ബട്ടർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ 50 ഗ്രാം ബട്ടറും പിന്നെ അത്രയും അളവിൽ തന്നെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി 2 മീഡിയം സൈസ് സവാള നല്ല കുനുകുനാന്ന് ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. നന്നായി വഴന്ന് ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ വന്ന് തുടങ്ങുന്ന ആ സമയത്ത് നല്ലൊരു സ്മെല്ലുണ്ടാവുമല്ലോ, അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിന് ശേഷം ഒരു ഗുണ്ടുമുളക് കേട്ടോ, നല്ല എരിവുള്ള മുളക് നന്നായി ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഒപ്പം 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ട് മൊരിഞ്ഞ് വരണം കേട്ടോ. നല്ലൊരു പച്ചവാസനയൊക്കെ മാറി നല്ലൊരു മണം വരുന്നവരെ നന്നായി മൊരിയിച്ചെടുക്കണം. അതിന് ശേഷം അത് മൊരിഞ്ഞ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. 3 മീഡിയം സൈസ് തക്കാളി. അപ്പോൾ 2 സവാളയാണ് ഇതിലേക്ക് എടുത്തേക്കണത്. അതിലേക്ക് 3 മീഡിയം സൈസ് തക്കാളി നല്ല കുനുകുനാനെ അരിഞ്ഞിട്ടിട്ട് കൊടുക്കണം കേട്ടോ. കാരണം അരയ്ക്കരുത്, അരയ്ക്കുമ്പോൾ ഫ്ലേവർ മാറും. അപ്പോൾ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് തന്നെ ഇതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. തക്കാളി ഒന്ന് സോഫ്റ്റായി വരുമ്പോൾ ഇതുപോലെ ഉടച്ച് എല്ലാം നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. നല്ലതായിട്ട് മിക്സായിട്ട് വരണം. അതുപോലെ ഒന്ന് ഉടച്ചുടച്ച് യോജിപ്പിച്ച് അതൊന്ന് തക്കാളിയുടെ ആ പച്ചക്കുത്ത് നന്നായിട്ട് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. തക്കാളിയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി നന്നായി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന സവാളയുടെയൊക്കെ മിക്സില്ലേ, അത് നാളികേരം കാഷ്യും കൂടിയിട്ടുള്ള മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു മിനിറ്റൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും കേട്ടോ. നമ്മൾ നന്നായിട്ട് മൊരിയിച്ചിട്ടാണ് സവാളയൊക്കെ എടുത്തേക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ ഈ മസാല നമുക്കത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഈ പൊടിച്ച മസാല വരുന്നത് ആകെ 4 ടീസ്പൂൺ വരണുള്ളൂ. ആ മസാല മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കുക. ഇനി ആ മസാലയുടെയൊക്കെ നല്ല മണം വരണ്ട, അതുവരെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. നന്നായി റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. ആ നല്ലൊരു മണം വന്ന് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് തുടങ്ങണം. അതുവരെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായി വഴന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് മേത്തി ലീവ്സ് ഇല്ലേ, കസൂരി മേത്തി ലീവ്സ്,
അത് 1 ടീസ്പൂൺ ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് ഒന്ന് ഞെരടിയിട്ട് ഇട്ട് കൊടുക്കാം. ഒപ്പം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ആദ്യം ഇത്തിരി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ കുറേശ്ശെ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് തിക്കായി വരുന്ന ടൈപ്പ് ഗ്രേവിയാണ്. അപ്പോൾ നിങ്ങളുടെ തിക്നെസ്സിനനുസരിച്ചിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം നല്ലതായിട്ട് തിളപ്പിക്കണം. നല്ലൊരു തിള വരുമ്പോഴാണ് പിന്നെ നമ്മൾ നേരത്തെ വഴറ്റി മാറ്റി വെച്ചിരിക്കുന്ന സവാളയുടെ മിക്സും പിന്നെ നന്നായിട്ട് പൊടിയായി അരിഞ്ഞ് വെച്ചിട്ടുള്ള മല്ലിയില ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാനിതിൻ്റെ സൈഡൊക്കെ ഒന്ന് വടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പനീറും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ പനീറും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി നന്നായിട്ടൊരു തിള വരട്ടെ. ഒരു തിള കൂടെ ഒന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കടായി പനീർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ള കണ്ട അതേ ടെക്സ്ചർ തന്നെയാണ് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ കാണാം. അതേ ടെക്സ്ചറും നല്ല ടേസ്റ്റും. ആ മല്ലിയൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് കടിക്കാൻ കിട്ടും നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുമ്പോൾ. അതേ ഒരു രുചിയിലാണ് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ 2 കോംബോ നമ്മുടെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം.